ലേക്ക് സ്വാഗതം. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരില്ല. അപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ വാങ്ങിക്കും. അതുപോലെ ഫുഡാണെങ്കിലും കേക്ക് അങ്ങനത്തെ കാര്യത്തിലൊക്കെ വന്നു കൂടുതൽ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന്റെ ടൈമിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 3 കളറാണ് വൈറ്റ്, റെഡ്, അതുപോലെ ഗ്രീൻ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വൈറ്റിൽ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ തുണി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ആ 2.5 മീറ്ററിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിമ്പിളായിട്ടൊരു ഫ്രോക്ക് സാധാരണ എൻ്റെ മോൾക്കാണ് ഞാൻ തയ്ച്ചു കൊടുക്കാറ്. പക്ഷെ മോളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അളവിലാണ്. അപ്പോൾ ഈ ഒരു അളവിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ അളവിലേക്ക് മാറ്റി നിങ്ങൾക്ക് തയ്ക്കുക കേട്ടോ. അപ്പോൾ ഈസിയാണ് തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസിൻ്റെ ആ സമയത്തേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊണ്ടുവരില്ല. അപ്പോൾ അതുപോലെ നേരത്തെ തന്നെ ഈ ഇത് തയ്ച്ച് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. അതെ ഇതുപോലെ എൻ്റെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ തയ്ച്ചു കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒക്കെ തയ്ക്കാനായിട്ട് 2.5 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വീതിയുള്ള തുണിയാണ്. 58 ഇഞ്ച് വീതിയുള്ളതുകൊണ്ട് 2.5 മീറ്റർ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3-3.5 എടുക്കേണ്ടി വരും. 3 മീറ്റർ എടുത്താൽ മതിയാവും ഇതിന്. അപ്പോൾ ഇതാ എൻ്റെ ലൈനിങ് 2.5 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് വീതിയുള്ള തുണിയായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ വീതി ഭാഗം തന്നെ മടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെസ്റ്റിനനുസരിച്ച് കിട്ടും. അത്യാവശ്യം നമുക്കൊരു 40 ചെസ്റ്റ് ഉള്ളവർക്കൊക്കെ അത്യാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 16 ഇഞ്ചിലാണ് ഞാൻ എൻ്റെ യോക്ക് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം 10 വരുന്നത്. അപ്പോൾ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടുമ്പോൾ ആ ഒരു ഭാഗത്ത് എനിക്ക് കിട്ടും. ഇല്ലെങ്കിൽ വേറെ തരത്തിൽ മടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ആ തുണി അവിടെ നിന്ന് കുറച്ച് അങ്ങനെ കിട്ടിയതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ എൻ്റെ ലൈനിങ് 4 ഞാൻ ദേ മടക്കി വെച്ചു കേട്ടോ. മടക്കി വെച്ച് ഞാൻ ഇതിൻ്റെ ഇത് 16 ഇഞ്ചാണ് ഇതിൻ്റെ യോക്ക് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ചേ കിട്ടൂ. അപ്പോൾ 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ്. അതിൽ 7.5 ഇഞ്ച് തന്നെ ആം ഹോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ 7.5 ഇഞ്ച്. അപ്പോൾ എന്താ അതുപോലെ തന്നെ 4 ഇഞ്ചാണ് ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് കണ്ടോ. അപ്പോൾ ദേ അതുപോലെ തന്നെ 7.5 ഇഞ്ചിലാണ് അതിൻ്റെ നെക്ക് ലെങ്ത്ത് വരുന്നത്. വീനക്കാണ് അത് കുഴിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ. പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് 10 ഇഞ്ചാണ്. അതിൽ മുമ്പായിട്ട് നമ്മൾ ആം ഹോളുകൾ കുഴിച്ച് വരയ്ക്കണം കേട്ടോ. അത് ഞാനിതിൽ പറയണില്ല. അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ചെയ്യാം. അതിനുശേഷം 16 ഇഞ്ചിൽ എൻ്റെ നെക്കിൻ്റെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി നമ്മൾ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു 3/4 ഇഞ്ചിൽ ഇത് ആ ഹൈറ്റിൽ കൊടുക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് അതൊന്ന് ചരിച്ച് നമ്മളവിടെ തൂങ്ങിപ്പോവാതിരിക്കാൻ വരയ്ക്കില്ല, അതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ യോക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, യോക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗം ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു. അതിനുശേഷം കണ്ടോ, ഇനി ആ നെക്കിൻ്റെ ഭാഗം ഞാൻ അവിടെ സെപ്പറേറ്റ് ചെയ്തില്ല കേട്ടോ. ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത്, 5.5 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നു. യു നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ യു നെക്ക് കൊടുത്ത് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് നെക്കും വി നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി നമ്മുടെ മെയിൻ തുണിയിൽ വെച്ച് 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. മെയിൻ തുണിയിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക. ലൈനിങ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. മെയിൻ തുണി നമ്മൾ സാധാരണ എങ്ങനെയാണ് മറച്ചിടുക അതുപോലെ മറച്ചിടുക. ബാക്കി വന്ന തുണിയിൽ നിന്ന് ഞാൻ കുറച്ച് കയ്യിന് മാറ്റി വെച്ചിട്ട് ഒരു മീറ്ററോളം കയ്യിന് 1/2 മീറ്ററോളം കയ്യിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തുണിയാണ്. അപ്പോൾ 2ആയിട്ട് മടക്കി വെച്ചു. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 31 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ 31 ഇഞ്ച് ഫുള്ളും ഞാൻ സ്കേർട്ട് പാർട്ടിന് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ യോക്ക് പോർഷൻ 15, 31 ഇഞ്ച് സ്കേർട്ട് പോർഷനും അത് 2ആക്കി. അപ്പോൾ നമുക്ക് അവിടെയാണ് ഞാൻ ഇതിൻ്റെ ഫ്രിൽസ്, ആ ഒരു ഗ്യാതറിങ്സ് അത് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതാ 2ആക്കി മടക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം അവിടെയാണ് ഞാനിവിടെ ഫ്രില്ല് കൊടുക്കുന്നത്. നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കില്ലേ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം 4ആയിട്ട് നമ്മുടെ ലൈനിങ് തുണി മടക്കി വെച്ചു. അപ്പോൾ നമ്മുടെ മെയിൻ തുണിയേക്കാളും 2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു യോക്ക് പോർഷൻ വെച്ചിട്ട് അതിനൊരു ലൈനാണ് കൊടുക്കുന്നത് കേട്ടോ. ലൈനിൽ നമുക്കറിയാലോ, ഇതുപോലെ നമ്മൾ ലൈൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ലൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മെയിൻ തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നു കണ്ടോ. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നു.
വീനക്കാണ് ഫ്രണ്ട് വീനക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിന് ശേഷം നമ്മൾ ഈ തുണി 4ആയിട്ട് മടക്കി വെച്ചു. അതിന് വേറെ ഒന്നുമല്ല, നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു പീസ് വേണം. നമുക്കതൊരു അവിടെ ഒരു ചെറിയൊരു ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ 2 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഒരു വലിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് കണ്ടോ ആ വീനക്കിലേക്ക് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ അതിൻ്റെ 2 ഭാഗത്തും നമ്മൾക്കൊന്ന് മടക്കി തയ്ക്കാം. എൻ്റെ മെഷീനിൽ റോൾ ഹെം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം. 2 ഭാഗത്ത് റോൾ ഹെമ്മാണ് കൊടുക്കണത് കേട്ടോ. അതുപോലെ ഞാനൊന്ന് ചെയ്തിട്ട് വരാം. അതിനുശേഷം ഇതുപോലെ 2 ഭാഗത്തും മടക്കി തയ്ക്കേണ്ടവർക്ക് അങ്ങനെ തയ്ച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൽ ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് വലിച്ച് ഫ്രില്ല് ആക്കിയെടുക്കാം, ചുരുക്കിയെടുക്കാം. അതല്ലാതെ ഞാനിപ്പോൾ ഇതിൽ ഫ്രില്ല് തയ്ച്ചു കൊടുക്കുകയാണ് വേണത്. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്തേക്ക് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം മറ്റേ പ്ലീറ്റ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ്. ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഞാൻ അതിൻ്റെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തു. അതിനുശേഷം കണ്ടോ അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇപ്പുറത്തോട്ട് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്ക് തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത പ്ലീറ്റ് എടുക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു തുണി ഫുള്ളായിട്ട് സെൻറ്ററിൽ കൂടെയാണ് തയ്ക്കേണ്ടത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അത് ആവശ്യത്തിന് നമ്മുടെ ആ ഫ്രണ്ട് നെക്കിലേക്ക് ആ വി നെക്കിലേക്ക് വെച്ച് കൊടുക്കുന്ന തരത്തിൽ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. തുണി എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രിൽസ് അവിടെ നമ്മൾ ആക്കിയെടുത്തു കേട്ടോ. കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തു. നമുക്ക് ഇത് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആ ലൈനിങ്ങിൻ്റെ പാർട്ട് വിട്ടിട്ട് ആ മെയിൻ തുണിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പുറത്ത് ആ മെയിൻ തുണി കൂടെയാണ് നമ്മളത് തയ്ച്ചു കൊടുക്കേണ്ടത്. കണ്ടോ അത് പിൻ ചെയ്തിട്ട് നമ്മളതൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ലൈനിങ് പാർട്ട് നമ്മൾ വിടണം കേട്ടോ. എന്നിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്ച്ച് പിൻ വെച്ച് കുത്തിയിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ അതുപോലെ തയ്ച്ചു കൊടുത്തു കേട്ടോ. ആ ഫ്രിൽസൊക്കെ തയ്ച്ച് കൊടുത്തു. അതിൻ്റെ ബാക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ലൈനിങ്ങിൻ്റെ ഭാഗം അവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തിരിക്കുന്നത്. കണ്ടോ അപ്പോൾ നമുക്ക് അവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴേ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഷോൾഡർ നമ്മൾ സാധാരണ ജോയിൻ ചെയ്യണ പോലെ ഷോൾഡർ എങ്ങനെയാണോ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക. ഓരോരുത്തരും ചെയ്യണ പോലെ 2 ഭാഗം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ തയ്ക്കുക, ഫ്രില്ല് തയ്ക്കാൻ നോക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു പീസ് നമ്മളിതുപോലെ വെച്ചു, എ ലൈൻ. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ പീസും ഇതുപോലെ വെച്ച് ഒരു ഭാഗം, അതായത് ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രം ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കുക. അതാണ്ടില്ലേ ആ ഒരു ഭാഗത്തോടെ തയ്ച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ തുണിയുടെ 2 തുണി ഉണ്ടാവുമല്ലോ, ഒരു ഭാഗം മാത്രം തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കുക. രണ്ടിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ തയ്ച്ച തുണിയാണ് ആ ലൈനിങ് ഒരു ഭാഗം തയ്ച്ചു കൊണ്ടുവന്നിരിക്കണം. അതുപോലെ മെയിൻ തുണിയും ഇതുപോലെ നമ്മൾ ഇനി ആ ഒരു ലൈനിങ്ങിലേക്ക് ഈ ഇതിലെ പ്ലീറ്റ്സ് നമ്മൾ ഇടണ്ടേ അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് വരുന്ന ഭാഗത്തിന് നമ്മൾ ഈ മെയിൻ തുണി പ്ലീറ്റ്സ് ആക്കി വെച്ച് കൊടുക്കുക. കണ്ടോ അപ്പോൾ നമ്മൾ ആ ലൈനിങ് കറക്റ്റിലല്ലേ നമ്മൾ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മെയിൻ തുണിയുടെ പ്ലീറ്റ്സ് ആക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആ ലൈനിങ് തുണി ആദ്യം വെക്കുക. അതിനുശേഷം ഓരോ പ്ലീറ്റായിട്ട് നമ്മൾ മെയിൻ തുണിയുടെ ഓരോ പ്ലീറ്റ്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അപ്പോൾ അതിലേക്ക് ഉൾക്കൊള്ളിക്കണം. നമ്മൾ ആ ലൈനിങ്ങിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുക. ഞാൻ ഷോൾഡറുകൾ ജോയിൻ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രിൽസൊക്കെ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ അതിൻ്റെ റോങ് സൈഡ് എടുക്കുക. കണ്ടോ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ഒരു ഭാഗത്ത് മാത്രം തയ്ച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്ത ആ ഭാഗം തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. കണ്ടില്ലേ ഇപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഒരു ഭാഗം ഞാൻ തയ്ച്ചിട്ടുള്ളൂ. നമ്മൾ മറ്റേ ആ ഒരു ഫ്രില്ല് വെച്ചതിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ തയ്ച്ചിട്ടുള്ളൂ. കണ്ടോ ഒരു ഭാഗം തയ്ച്ചെടുത്ത് ഒരു ഭാഗം വിട്ടിരിക്കുകയാണ്. കണ്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ തയ്ക്കാത്ത ആ ഭാഗത്തു നിന്ന് തൊട്ട് ഇതിൻ്റെ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെയും വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തയ്ച്ച് അതിൻ്റെ ചുറ്റോറും നമ്മൾ തയ്ച്ച് കൊണ്ടുവരിക കേട്ടോ. ഫ്രണ്ട് തൊട്ട് ആ ബാക്കിലോട്ട് നമ്മൾ ആ തയ്ച്ചെടുത്ത ആ ഒരു ഭാഗം അതിൽ ജോയിൻ ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ ഫുള്ളായിട്ട് നമ്മളത് ചുറ്റോറും നമ്മളിതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടോ ഇതുപോലെ ആ യോക്ക് പോർഷനോട് അത് ചേർത്ത് കൊണ്ടുവരിക.
ഇനി ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു സ്ലീവ് തന്നെയാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഞാൻ 21 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ 8 ഇഞ്ചിലാണ് അതിൻ്റെ ആം ഹോളിൻ്റെ റൗണ്ട് പകുതി എടുക്കുന്നത്. പിന്നെ 3.5 ഇഞ്ചിൽ ക്യാപ്പ് ഹൈറ്റ് എടുക്കുന്നു. അങ്ങനെ ഞാൻ ഇതുപോലെ ആ ഷേപ്പിൽ കൊടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് സീം അലവൻസ് സിമ്പിൾ, അതായത് സാധാരണ ഒരു സ്ലീവിൻ്റെ ഭാഗം. പിന്നെ ഇതിൻ്റെ ആ റൗണ്ടിൻ്റെ ആ ഭാഗമല്ലേ അവിടെ 3.5 ഇഞ്ച് എനിക്ക് വരിക. അപ്പോൾ അവിടെ ഞാൻ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 3.5 ഇഞ്ച് ഞാൻ അവിടെ കൂടുതലെടുത്തു, ഒരു 3 ഇഞ്ച് കൂടുതലെടുത്തു കേട്ടോ. അതാണ് ഇതേ കാണുന്നത്. അപ്പോൾ 3 ഇഞ്ച് കൂടുതലെടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഇതിൽ പറയാനൊരു ഇത് വന്നു. അപ്പോൾ അതവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു റോൾ ഹെമ്മാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി ഇലാസ്റ്റിക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ എടുക്കുക. നമ്മൾ ആ റോൾ ഹെം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ 3 ഇഞ്ച് മുകളിലേക്ക് ഒരു അടയാളപ്പെടുത്തും. നമ്മൾ ആ ഒരു ഭാഗം നമ്മുടെ അവിടെ നിന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ സാധാരണ ഒരു ഇലാസ്റ്റിക്കിന് സാധാരണ ഒരു 4 ഇഞ്ചിൽ വെച്ച് കൊടുക്കുക. 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. കണ്ടോ, അടയാളപ്പെടുത്തി 3 ഇഞ്ച് ഹൈറ്റിൽ വെച്ചു. അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അവിടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 2 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അടയാളപ്പെടുത്തിയിട്ട് അതിന് ഇപ്പുറത്തായിട്ട് നമ്മൾ നമ്മുടെ ഇലാസ്റ്റിക് വലിച്ചു വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു 2 ഇഞ്ചിന് മുമ്പായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അവിടെ ഒന്ന് ചുരുങ്ങി കിട്ടില്ലേ നമുക്ക്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് നല്ലൊരു ചുരുക്കം അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിൽ വേണ്ട, നമ്മളവിടെ സീം അലവൻസ് ഇട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. എന്നിട്ട് വലിച്ച് തയ്ക്കണം കേട്ടോ ഇലാസ്റ്റിക്. അപ്പോൾ വലിച്ച് തയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗത്ത് ആ റൗണ്ടിൽ കറക്റ്റ് പോരാ, ഒരു 3 ഇഞ്ച് കൂടുതൽ ഇടണം കേട്ടോ. അങ്ങനെ ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ സ്ലീവ്സ് തമ്മിൽ യോജിപ്പിച്ച് വയ്ക്കുക കേട്ടോ. ഫ്രോക്കായിട്ട് യോജിപ്പിക്കുക കണ്ടോ, അങ്ങനെ യോജിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ അടിക്കുക. അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി ചെയ്യുക. ഞാനിതിൽ റോൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൈഡൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.